ഹലോ, ഞങ്ങൾ മാളിക്കുന്നിക്ക് വെറുതെ ഒന്ന് പോയതായിരുന്നു. അപ്പോഴാണ് അമ്മായിൻ്റെ കുട്ടി വന്നിട്ടേ നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാൻ മാറ്റിന്ന് പറഞ്ഞത് കേട്ടോ. മാളിക്കുന്നിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ ഒരു അമ്മായിയുടെ വീടും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസിന് സ്കൂൾ കൂടിയിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അന്ന് എന്തോ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല കേട്ടോ. എന്തോ ഒരു കാരണം കൊണ്ട് അത് മുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ മാളിക്കുന്നിക്കൊന്ന് പോയി പോരാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടായ ഒരു പോക്കാണത്. അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ട് അത് നടക്കലല്ലോ കേട്ടോ. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് മുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഓൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നോവയിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു വണ്ടിയിൽ കൊള്ളുന്ന ആൾ മാത്രമേ ഉള്ളൂ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളും അമ്മായിയും അമ്മായിയുടെ മരുമകളും പിന്നെ അമ്മായിയുടെ മകളും ഉണ്ടായിരുന്നു കേട്ടോ. ഓളെ കെട്ടിച്ച വീട് കാൻറ്റിൻകുന്നത്താണ്. അപ്പോൾ അവിടെ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോക്കും വന്ന് പറഞ്ഞപ്പോഴേക്കിന് തന്നെ 12 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് മാറ്റി ഒരുങ്ങിയപ്പോൾ 2 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാറ്റി ഒരുങ്ങിയപ്പോഴേക്കിന് 3 മണിയായിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ഓറഞ്ച്. ഇത് ഞങ്ങൾ വണ്ടിയിൽ എണ്ണ അടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വാങ്ങിയതായിരുന്നു. ടൈം ഒരുപാടായത് തൊട്ട് ഞങ്ങൾ ദൂരത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ പോയത് മലമ്പുഴയിലേക്കാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴേക്കിന് 4:30 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വലിയവർക്ക് ടിക്കറ്റിന് 30 രൂപയും കുട്ടികൾക്ക് വെറും 10 രൂപയുള്ളൂ കേട്ടോ. വെയിലാണ്. നടക്കിങ്ങോട്ട് വായിച്ചാലും കണ്ടല്ലോ. അമ്മ നീ വെക്കതായിട്ടായിരുന്നു. ശ്രീകുട്ടി താരാറ് മതിയോ? ഇവിടെ കുട്ടികളെയും കൊണ്ട് വന്ന് ഒരിക്കലും ബോറടിച്ചെടുക്കേണ്ടി വരില്ല കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇതിൻ്റെ കുറച്ച് മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് ചെടികളും പൂക്കളും അങ്ങനെയൊക്കെ ഒരുപാട് കാണാണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇക്കുറി വന്നപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലോണം ബോറടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ കളിക്കുന്ന ടൈമും കൊണ്ടേ ഞങ്ങളെ തീരുമാനം മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും പാലക്കാട് വരെ വന്നതല്ലേ, ലുലുമാളും കൂടി കയറിയിട്ട് പോവാന്ന് കരുതി. Sino? Kuangyo.
ആയിരിക്കുവോ? ഇല്ല ഇന്നെ ആ ഷട്ടർ ഇങ്ങനെ തുറക്കുമ്പോ വരണല്ലേ. നീ എടുത്തിട്ടോ ആ കുട്ടീനടുത്ത് കയറ്റി വെച്ചേർക്കാൻ ദാ വരുന്നുണ്ടോ. നടക്കേ അവതിങ്ങനെ തന്നെയാ കാരണം അത് ആട്ടോന്നല്ലേ നടക്കിശല്ലേ. ഏതായാലും വന്നതല്ലേ എഴുതിയിട്ടേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചുറ്റിക്കറങ്ങിയിട്ടേ ഒരു 6:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ടേ പിന്നെ ഞങ്ങൾ നേരെ ലുലു മാൾക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ലുലു മാളിലെത്തിയപ്പോൾ ഇങ്ങനെ 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ട ബ്ലോക്കായിരുന്നു. ബ്ലോക്കിലൊക്കെ പെട്ട് അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ടൈം ഒരുപാടായി. ആ പോരുന്ന കയ്യോണ്ട ഹൈപ്പർ മാർക്കറ്റാണ്. പീനട്ട് ബട്ടർ
ഇതല്ലേ ഇതെന്താ ഇത് നട്സുകളല്ലേ? നട്സുകളാണ്. അവിടെ ഞങ്ങൾ കഴിക്കാനായിട്ട് വാങ്ങിച്ചാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അവിടുന്ന് എന്തൊക്കെ കോരി എടുത്തു എന്നല്ലാതെ പേരൊന്നും നോക്കിയിട്ടില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ വെള്ളത്തിന് ദാഹിക്കാന്ന് പറഞ്ഞിട്ടേ ഈ ഒരു ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ടായി. ജ്യൂസ് സ്ട്രോബെറിയുടെ ജ്യൂസായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ബില്ലാക്കണോടത്ത് തിരക്ക് കണ്ടപ്പോഴേ ഒന്നും വാങ്ങിച്ചില്ല. കൊടുത്ത മുട്ട തിരക്കായിരുന്നു കേട്ടോ ബില്ലാക്കണോടത്ത്. ബില്ലാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇന്ന് അവിടുന്ന് പോരൂലായിരുന്നു. चले चले ബാർബികളൊക്കെ അതിന് അവിടെ 50%. ഇങ്ങോട്ട് വാ. വിശലിനെ പോയി പിടിച്ചിട്ട് വാ. നല്ല അടിപൊളി വാച്ച് സാംസങ് S23. ഇങ്ങോട്ടോക്ക് ബബിൾ ഗണ്ണാണ് 250. ഈ ഇതുണ്ടല്ലോ ഇതൊക്കെ ഭാര്യ എന്നിട്ട് ഇത് മുക്കിയിട്ട് ഇങ്ങനെ എടുത്തു കഴിച്ചു. ഇവിടെ അത് കീ ചെയിനാണേ. വണ്ടി ഇതുമൊക്കെ ചാവിമൊക്കെ തൂക്കൂല. അതാണ്ടി പാത്തോ. അത് ഈശ്വന് പോയി. ഈശ്വന് പോയി. ഈശ്വരൻ ഇങ്ങോട്ട് വായോ. ഇങ്ങോട്ടോക്ക് ഈശ്വലേ
കുറച്ച് നേരം കൈക്കൂടെ ചുറ്റിക്കറങ്ങി ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ലുലുമാൾ ഫുള്ളായിട്ടൊന്നും കവർ ചെയ്തിട്ടില്ല കേട്ടോ. അതിനുള്ള ടൈമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ 10-11 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടേ കുറച്ചങ്ങോട്ട് പോന്നിട്ടുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പൊറോട്ട മതി പറഞ്ഞിട്ടേ ഞങ്ങൾ പൊറോട്ടയും മുട്ടക്കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.